എല്ലാവർക്കും ഒരു ഹൈപ്പ് എന്നാണ് പോകുന്നത്. ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 170 അതിപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ സിയോനെ കാണാനായിട്ട് മാസ്റ്ററും ഫെങ്ങും ടൈൻഹു വന്നു. അവ വന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ വരെ ഇത് പറഞ്ഞിട്ട് പോകാൻ നേരം അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു. അതിനുശേഷം സംസാരം അവ പോയപ്പോൾ ഈസ്റ്റർ ഡൗസിനായിരുന്നു, ഇപ്പോൾ പീക്ക് ഡൗസിനായി. അതിന് സിയോൻ ആ ബോധി സീഡ് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർ ഷോക്ക്. ഈവൻ ഡൗസൺ പീക്ക് ലെവലുള്ളവർ പോലും ഇതെടുക്കാൻ വേണ്ടി ചാവും. അപ്പോഴുണ്ട് അവർ 11 എങ്ങനെയെന്ന് ചോദിക്കുക ജസ്റ്റ് ലക്ക്. അത് മാസ്റ്ററിന് കൊടുത്ത് പിൽസ് റിഫൈൻ ചെയ്യാൻ മാസ്റ്റർ കുറച്ചെടുത്ത് ബാക്കി തിരികെ കൊടുത്തു. എന്തു തന്നെയായാലും ബോധി ഹാർട്ട് കിട്ടിയില്ലല്ലോ എന്നതാണ് പറയുന്നത്. ക്ലോസ് ഡോർ ട്രെയിനിങ് ചെയ്യാനായിട്ട് പറയുകയാണ്. സോൾ കളി എളുപ്പം ഫാളി സ്റ്റാർ പോലെ ഈ അറ്റാക്ക് നടത്താനുള്ള ചാൻസ് ഇല്ല, നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അതിനുശേഷം മാസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് അവനൊരു സ്ഥലത്ത് വന്നു. ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ ബോധി ഹാർട്ട് അത് കാണിക്കണം. അതുകൊണ്ട് അതിശയിച്ചു പോയി. ഞാൻ കരുതിയില്ലേ ഇത് കാണുമെന്ന്. അവൻ ആ ട്രീയെ ഹെൽപ്പ് ചെയ്തതിന് പകരമായിട്ട് തന്നതാണ്. അത് വെച്ച് സെയിന്റ് ലെവലിലേക്ക് ഡയറക്റ്റ് എത്താൻ കഴിയും. എന്തുകൊണ്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല? കാരണം ബോധി ഹാർട്ടിന് വേണ്ടി ആണ് ഒട്ടുമിക്ക ആൾക്കാർ വന്നത്. വരാതെ തന്നെ എടുക്കാനായിട്ട് നോക്കും. വെറുതെ ഈ വഴി ടാർഗറ്റ് ആക്കാനുണ്ട എന്ന് കരുതിയിട്ടാകാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണമാകാം, അതെനിക്കറിയില്ല. അതിനുശേഷം ഹുൻ ക്ലാൻ ഒരു വോയിസ് ആണ് അത് കേൾക്കുന്നത്. ബോധി ഹാർട്ട് പോയിട്ട് ഒരു സീഡ് പോലും കിട്ടിയില്ല. ക്ലാനിലെ ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ട്രെയിനിങ് ചെയ്ത നീ വേസ്റ്റ് ആണ്, ഒരു ചാൻസ് കൂടി തരണം എന്നായിട്ട് പറയുന്നു. എന്നാൽ അവന്റെ സോള് അതെടുക്കാനായിട്ട് തുടങ്ങി. അതൊരു സെയിന്റ് ലെവലുള്ള ആരോട് ഗോയു. അപ്പോൾ ഇത്തവണ ക്ഷമിക്ക് ഫാളി സ്റ്റാർ പോലെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയാണോ എന്നാ ചെയ്ത മിസ്റ്റേക്ക് തിരുത്ത് എന്ന് പറഞ്ഞ് അവനെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ശിവൻ അവൻ ട്രെയിനിങ് ചെയ്യുക. അവനെ സെയിന്റ് ലെവലിലെ ബാരിയർ അത് കാണുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നാൽ കഴിയില്ല. അതിനപ്പുറം ഹാഫ് സെയിന്റിലേക്ക് പോകാൻ കഴിയും. എന്നാൽ ഡൗസൺ വെച്ച് കമ്പയർ ചെയ്ത എൻ്റെ ഡിഫറൻ്റ് ആയ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കബിൾ ആയ ഒന്നായിരുന്നു. ഇതുള്ളത് കൊണ്ട് തന്നെ അതിന് കഴിയുന്നില്ല. അതേസമയം മാസ്റ്റർ അവന് വേണ്ടി ബോധി സീഡ് വെച്ച് ടയറേറ്റ് പിൽസ് ഉണ്ടാകുന്നുണ്ട്. തണ്ടർ ക്ലൗഡ് വന്നു. ഡൗക്കി എക്സ്ഹോസ്റ്റ് ആവുന്നതിന് മുൻപേ വന്നാൽ നന്നായി എന്ന് പറഞ്ഞ് അതിനെ എതിർക്കാനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് സിയോന്റെ അടുത്തേക്ക് മാസ്റ്റർ വരികയാണ്. അവന് വേണ്ടി ആ പിൽസ് അത് കൊടുത്തു. അതുകൊണ്ട് അവൻ ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുകയോ? മാസ്റ്റർ അവനോട് ബോധി ഹാർട്ട് ഈ ബോധി പിൽസ് കൂടി ചേർന്ന് നിനക്ക് സെയിന്റിലേക്ക് എത്താൻ കഴിയുക. അവൻ മാസ്റ്റർ മുൻപിൽ മുട്ടൂത്തിയിട്ട് നന്ദി പറയുകയാണ്. അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ നോർമലിയായിട്ട് സെയിന്റ് ലെവലിലേക്ക് എത്താൻ ഒരു വഴിയില്ല. മാസ്റ്റർ അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് നിനക്ക് ഇപ്പോൾ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങാണ് ഫ്യൂച്ചറിൽ ഇനി അവസരമുണ്ട്. ആ പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിമാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം ഒരു പീസ്ഫുള്ളായ പ്ലേസിലേക്ക് പോവുകയാണ്. അവൻ ക്ലോസ് ഡോർ ട്രെയിനിങ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. ഇനി അവരുടെ കയ്യിലാണ് ഫാളിംഗ് സ്റ്റാർ പൗലിൻ എന്ന് പറയുമ്പോൾ അവർ നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്ന് മാസ്റ്റർ. അവൻ പിന്നെ ഹാൻ ഫെങ്ങിന്റെ സോളുള്ള ബോട്ടിൽ അത് കൊടുത്തു. ഇതിനി മാസ്റ്റർ എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്തു എന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. മാസ്റ്റർ അത് നോക്കിയിട്ട് എന്തുപോലെ അവനോട് നന്നായിട്ട് പുറത്തു എന്ന് പറഞ്ഞ് വിട്ടു. അവനകത്തേ പോകണം. അവന്റെ അച്ഛൻ സോൾഹളിന്റെ കയ്യിലാണ്. വലിയൊരു ബാറ്റിലാണ് ഇനി വരാൻ പോകുന്നത്, അതിന് സ്ട്രോങ് ആകണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് മാസ്റ്റർ ഹാൻ ഫെങ്ങിനെ ഓർത്ത് നീ ഇത്ര നാൾക്ക് ശേഷം റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്ന് ആ ബേണിംഗ് ആയ സിറ്റിയിൽ നിന്ന് അവനെ രക്ഷിച്ചു. കൂടെ കൂട്ടി വർഷങ്ങളോളം അവനെ ട്രെയിനിങ് കൊടുത്ത് പിൽസ് റിഫൈൻ ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തിരുന്നില്ല എന്നാ അത് മാസ്റ്ററിന്റെ ഒരു സോഡ് വെച്ച് പറയുന്നെന്ന് കുത്തി എല്ലാം തകർത്തിരുന്നു. അതിൻ്റെ ഓർത്ത് മാസ്റ്റർ ഹാൻഫിങ്ങിന്റെ സോഡ് അത് പുറത്തു വരുത്തിച്ചു. ശിവൻ എന്നൊന്ന് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ വരണ്ടു പോയിരുന്നു. മാസ്റ്റർ അവന്റെ പേര് വിളിച്ച് മാസ്റ്റർ തന്നെ കണ്ട് നിങ്ങളോ യഥാർത്ഥ ബോഡിയില്ലേ? അപ്പോൾ തിരിച്ചു വന്നു. അവന് നടന്നതൊന്നും വലിയ കാര്യമാക്കാത്ത രീതിയിൽ പറയുകയാണ്. മാസ്റ്റർ അത് മനസ്സിലായി. ഈവൻ ഒന്നും ഒരിടത്തെ പോലെ മാറിയിട്ടില്ല. മോയു അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാസ്റ്റർ അപ്പോൾ ഇന്നുകൊണ്ട് നീ ഞാൻ തമ്മിലുള്ള മാസ്റ്റർ ഡിസിപ്ലിൻ തീർന്നു. നിന്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ. അത് കിട്ടി എൻ്റെ ലൈഫ് തീർന്നു. നിങ്ങളാണ് എന്നെ സ്ട്രോങ് ആകാൻ സമ്മതിക്കാതിരുന്നത്. ആ ഫ്ലെയിം മന്ത്ര എനിക്ക് തന്നിരുന്ന എന്നെ വളരെയധികം സ്ട്രോങ് ആയിന്. എന്നിട്ട് പോയി എൻ്റെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല. മൂഴി പഠിപ്പിച്ച അവസാന ടെക്നിക്ക് അത് നിന്നെ കൊല്ലാനായിട്ട് ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നില്ല. ഹാഫ് സെയിൻ്റ് ആണ് എന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. മാസ്റ്റർ പിന്നെയും മണ്ടത്തരം തന്നെ കാണിക്കുന്നു എന്നാലോചിച്ച് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ അവനെ പിടിക്കണം. ആവശ്യമൊക്കെ ഹാഫ് സെയിൻറ്റോ അവൻ്റെ സോള് അത് മുഴുവനായിട്ട് ഇല്ലാതാക്കണം. അതിനുശേഷം സങ്കടമായിട്ട് ശിവനുള്ള അവിടെ പോയി നിൽക്കുന്നു. അവൻ കളിച്ച മെഡുസൈൻ അവരെ കൊണ്ട് മാസങ്ങൾ കടന്നു വന്നിട്ട് അവരുടെ ട്രെയിനിങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് മീറ്റിംഗ് പോലെ ഗൂക്ലാൻ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു. ലിൻ ക്ലാൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ക്ലാൻ അവരുടെ ഡിസിപ്ലിൻസ് ടോട്ടലി ഡിസപ്പിയർ ആയി. എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഫ്ലവർ സൈറ്റിൽ നിന്നും വന്ന മെസ്സേജ് ആ ന്യൂസ് സെൻട്രൽ പ്ലെയിനിലെ എല്ലാ ഭാഗത്തും എത്തി എന്നതാണ്. അങ്ങനെ വലിയൊരു ഫോഴ്സാണ് ലിൻ ക്ലാൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ക്ലാനിന് നേരെ അറ്റാക്ക് ആക്കിയത്. അതൊരു ഏൻഷ്യൻ്റ് ക്ലാനിലൊന്നാണ്. അവരെ ഇല്ലാതാക്കണമെങ്കിൽ മറ്റൊരു ഏൻഷ്യൻ്റ് ക്ലാനിനെ തന്നെയാകൂ. ടൈൻഹബോ അതെങ്കിൽ ഹുൻ ക്ലാൻ തന്നെയാകും. അവരുടെ മോട്ടീവ് എന്താകുന്നതിന് അവരുടെ ക്ലാൻ പവർ അത് വളർത്താനും സോൾഹാളിലൂടെ
അത് വ്യാപിപ്പിക്കാനും. അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത ലക്ഷ്യം ഫാളിംഗ് സ്റ്റാർ പൗലിയൻ തന്നെയാകും. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് മാസ്റ്റർ പറയാണ്. അത് കഴിഞ്ഞ് ടൈൻസിന് മൗണ്ടിന് അത് ഫാളിംഗ് സ്റ്റാർ പൗലിയൻ്റെ വെളിയിലാണ്. അവിടെ കൊണ്ട് പോകാനായിട്ട് ക്രിസ്റ്റൽസ് വണ്ടിയിലാക്കി റെസ്റ്റ് എടുക്കാനായിട്ട് പറയുകയാണ്. വോം ഹോൾ വഴി നാളെ പോകാം എന്ന് പറഞ്ഞ് പോകാൻ നേരമാണ് ഒരു ഓറ ആരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് എറിഞ്ഞ് റെഡിയായി. അപ്പോഴുണ്ട് അവർക്ക് നേരെ ഒരുപാട് അറ്റാക്ക് വന്നു. ഒന്നിച്ചേ കഴിഞ്ഞില്ല. അവിടെ ഉള്ളവർ ഡെഡാകാനായിട്ട് തുടങ്ങി. ഉടനെ സെക്ട് മാസ്റ്ററിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഒരാളെ പറഞ്ഞയച്ചു. എന്നാൽ ഹോളിന് ആ ബോംബ് ഹോളിന് അടുത്തെത്തിയപ്പോൾ തന്നെ ഒരു അറ്റാക്കിൽ അയാൾ ഡെഡായി. നിങ്ങളെപ്പോലെ യൂസ്ലെസ് ആയവർ അവിടെ ഉള്ളതാണ് ഫാളിംഗ് സ്റ്റാർ പൗലിയൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് ഇന്നത്തോടെ തീരും എന്ന് പറഞ്ഞ് വരികയാണ് ടൈമിംഗ് സെറ്റിലെ ഹോൾഡ് ടീമിന് എന്ന പേരുള്ള ഒരാൾ. അയാൾ ഹാഫ് സെയിൻ്റ് ആണ്. അങ്ങോട്ട് ഗൂയും വരുന്നുണ്ട്. സോൾ ഹാൾ ചേർന്നുള്ള പണിയാണ്. ഫാളിംഗ് സ്റ്റാർ പൗലിയനിലെ പുറത്തേക്കുള്ള വോം ഹോൾ തന്നെ ഇല്ലാത്തേക്ക്. പുറത്തുനിന്ന് ഇനി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും വരില്ല. അവർ കുറേ ശത്രുക്കളെ ഉണ്ടാക്കിയെടുത്തു. അവരെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാനുള്ള പ്ലാൻ അതാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് മാസ്റ്ററിനോട് ഫാളിംഗ് സ്റ്റാർ പൗലിയൻ്റെ ഒരു ബ്രാഞ്ച് ഡിസ്ട്രോയ് ആയി. മിങ്ഹി അലയൻസ് എന്ന പേരാണ് ആ വന്നവർക്ക്. അതെന്നതിന് ഐസ് റിവർ വാലി ഫെങ്ലി പൗലിയൻ അല്ലെങ്കിൽ ഫെങ്ഷിയർ ഉണ്ടായിരുന്ന ആ തണ്ടർ ആ പൗലിയുടെ ടൈമിംഗ് സെറ്റ് കൂടി ചേർന്നാണ് ലീഡ് ചെയ്യുന്നത് ഓൾഡ് ടീമിനെന്നാണ്. അവരെല്ലാം നമ്മുടെ എനിമീസാണ്. ഉറപ്പായ അടുത്ത ലക്ഷ്യം നമ്മളെ തന്നെയായിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു അറ്റാക്ക് അവർ വന്നു എന്ന് ഇനി അവർക്ക് മനസ്സിലായി. അവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്ന് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് ഒരു മസ്റ്റ് വാച്ച് എപ്പിസോഡാണ്. അപ്പോൾ ഓക്കെ, ബൈ.